ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് കുട്ടിച്ചൂരയാണ്. ഒരു മാസത്തിന് മുൻപ് വരെ കുട്ടിച്ചൂരയൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഒരു കാറ്റ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂര നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വരാൻ തുടങ്ങിയത്. അതുപോലെ കുട്ടിച്ചൂര ഏറ്റവും കൂടുതലുള്ളത് വലപ്പണിക്കാണ്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ ചൂണ്ടപ്പണിക്കായിരുന്നു കുട്ടിച്ചൂരയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് വള്ളക്കാരൊന്നും മട്ടുപ്പണിക്ക് പോകുന്നില്ല കേട്ടോ. കുട്ടിച്ചൂര ഉള്ളത് കാരണം കൊണ്ടാണ് ഈ മട്ടുപ്പണിക്കൊക്കെ ഒരുപാട് വള്ളക്കാരൊക്കെ പോകാത്തത്. അപ്പോൾ കുറച്ച് വള്ളക്കാരൊക്കെ മട്ടുപ്പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ശരി തന്നെ, ഇവരൊക്കെ വരുമ്പോൾ കുറച്ച് താമസിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് പ്രധാനമായിട്ടും കുരലി മീനുണ്ട് കേട്ടോ. വിളമീൻ എന്നൊക്കെ പറയുന്ന കുരലി മീനൊക്കെ ഉണ്ട്. കുരലി മീനുമായിട്ട് വിഴിഞ്ഞംകടപ്പുറത്ത് വരുന്ന വള്ളക്കാരെ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആളൊക്കെ കുറവാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആളുകളൊക്കെ കുറവാണ്. അപ്പോൾ അത് കാരണം ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയാണ് ഈ കുരലി മീൻ, അതുപോലെ മട്ടിനുള്ള ചെമ്പല്ലി, കലവ, ഇങ്ങനത്തെ മീനൊക്കെ ലേലത്തിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് ഇപ്പോൾ ചാളമീനും വരുന്നുണ്ട് കേട്ടോ. ചാളമീനിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ 2-3 വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർ കയറി കാണുക. ചാളമീനെന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് കിട്ടുന്ന നെയ്ച്ചാളയാണ്. ഇവിടെ പേച്ചാളയെന്നും പറയും. അപ്പോൾ ഈ ചാളമീനൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ രാത്രി 10 മണി സമയമേ വലക്കാരൊക്കെ ചാളമീൻ കൊണ്ടുവന്ന് അന്ന് വലയിൽ നിന്നൊക്കെ അഴിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മുടെ കൂട്ടുകാർ കാണാൻ പറ്റുമേ. അപ്പോൾ നിങ്ങൾക്ക് ചാളമീൻ ആവശ്യമാണെങ്കിൽ രാത്രി ഒരു 11 മണി സമയമാകുമ്പോൾ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വന്ന മത്തിയെന്നറിയപ്പെടുന്ന ചാള, നെയ്ച്ചാള, പേച്ചാള എന്നൊക്കെ അറിയപ്പെടുന്ന ചാളമീൻ വാങ്ങാം. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് ആ സാധനമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് വെള്ള കലവ മീനാണ്. അതായത് ഒരു 12 മണി സമയം നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വന്ന ഒരു മട്ടുവള്ളത്തിലെ മീനാണ്. 2800 രൂപ കൊടുത്താണ് നമ്മളിത് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ കയ്യിൽ ഇത് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി കട്ട് ചെയ്യുന്ന ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണേ. 2700 രൂപയ്ക്ക് നഷ്ടമല്ല എന്ന് തോന്നുന്നു കേട്ടോ. മീൻ ഏകദേശം ഒരു 5 കിലോയുടെ മുകളിൽ കാണും. അപ്പോൾ നമ്മുടെ ആൻറ്റി സ്ഥിരമായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന നമ്മുടെ ആൻറ്റി തന്നെയാണ് ആ മീനിനെയൊക്കെ കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇനിയും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചൂര കൂടുതലുള്ളത് കാരണമാണ് കുറച്ച് വില കുറച്ചാണ് പോകുന്നത് കുട്ടിച്ചൂരയ്ക്ക്. അതായത് വലയിൽ വരുന്ന കുട്ടിച്ചൂര ചെറിയൊരു ഉടവൊക്കെ കാണും കേട്ടോ. കാരണം അതിൻ്റെ ആ വലയുടെ ഹോളിൽ നിന്നൊക്കെ ഈ കുട്ടിച്ചൂര അഴിച്ചു മാറ്റുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പം വലയുടെ കുട്ടിച്ചൂര കുറച്ച് വില കുറവാണെങ്കിലും പക്ഷേ ചൂണ്ടയ്ക്ക് വരുന്ന കുട്ടിച്ചൂരയ്ക്ക് വില കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് മട്ടുവള്ളത്തിലെ ഈ കാണുന്നത് പോലെ കലവ, അതുപോലെ ചേമീൻ, മളുവൻ, തമ്പാൻ എന്നറിയപ്പെടുന്ന മളുവൻ, വെള്ളക്ലാത്തി, പല്ലംപോള, ഇങ്ങനത്തെ മീനൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു കണക്കൂട്ടൽ നോക്കിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 3 മണിക്ക് മുൻപേ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വരാൻ നോക്കണേ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സമയം താമസിച്ച് വരുന്ന വള്ളക്കാർ നമ്മുടെ വിഴിഞ്ഞം ഫിഷ്ലാൻഡിൽ നോക്കും. ആൾക്കൂട്ടം കുറവാണെങ്കിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മീൻ ഐസ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് ഈ മീനിനെ ലേലത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വെള്ളക്കലവ മാത്രമല്ല പല വെറൈറ്റി മീനുകൾ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമൊക്കെ വരുന്നുണ്ട്. വെളിയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ ഇതുപോലെ വലിയ സൈസ് മീൻ പ്രതീക്ഷിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ വണ്ടിയിൽ ഇരിക്കുമ്പോഴേ കാണുന്ന ഒരു കാഴ്ചയാണ് ഓരോ ആൾക്കാർ 2-3 മീനൊക്കെ ഒരുമിച്ചൊക്കെ പൊക്കിക്കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതുപോലെ വലിയ മീനൊക്കെ നമ്മുടെ കൂട്ടുകാർ കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ചെറിയ മീനൊന്നും തിരിഞ്ഞ് നോക്കാനായിട്ട് പോകത്തില്ല. അത്രയ്ക്കും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള മീനാണ് ഈ മട്ടുപ്പണിക്ക് പോയിട്ട് വരുന്ന വള്ളക്കാർ കൊണ്ടുവരുന്നത്. ഓക്കെ എന്നാ. അപ്പോൾ വലിയ മീൻ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് വരിക. അതുപോലെ 3 മണിക്ക് മുൻപിലായിട്ട് വരിക കേട്ടോ. 4 മണി സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മീനൊക്കെ അപൂർവമായിട്ട് നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ മീൻ കട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമേ നമ്മുടെ കൂട്ടുകാർ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്ന അമ്മച്ചിമാരാണ് ഈ കാണുന്നത്.